ബീഹാറിനെ ഇളക്കി മറിച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ പദയാത്ര. വോട്ടുകൊള്ളക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. രാഹുൽ ഗാന്ധി, എം എ ബേബി, യൂസഫ് പഠാൻ തുടങ്ങിയ നിരവധി നേതാക്കളും റാലിയിൽ അണിചേർന്നിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് പറ്റ്നയിൽ നിന്ന് ചേരുന്നു. റഷീദ്, വോട്ടർ അധികാർ യാത്ര ഉയർത്തിയ സന്ദേശമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം കൈപ്പിടിയിൽ ഒതുക്കുന്ന മോദി ഭരണകൂടം രാജ്യത്തെ ജനങ്ങളുടെ വോട്ടവകാശത്തെ പോലും നിഷേധിക്കുന്ന തരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറുമ്പോൾ വലിയ പ്രതിഷേധം ഇന്ത്യ സഖ്യത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇന്ന് സമാപനമാണ്. എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? അസിജു, രാജ്യത്തെ വോട്ടവകാശം, അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വോട്ടവകാശത്തെ തന്നെ കവർന്നെടുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടമാണ് കഴിഞ്ഞ 15 ദിവസങ്ങളിലും ബീഹാറിൽ നടന്നിട്ടുള്ളത്. ഇന്ത്യ സഖ്യത്തിൻ്റെയും ശക്തി പ്രകടനം എന്ന് തന്നെ പറയാൻ കഴിയുന്ന തരത്തിൽ എല്ലാ പാർട്ടികളും ഒരേപോലെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇന്ത്യ ബദ്ഖണ്ഡിന്റെ എല്ലാ പാർട്ടികളും അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാ പാർട്ടികളും ഈ മേഖലയിൽ എത്തുകയും വലിയ പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീഹാറിനെ ഇളക്കി മറിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് തങ്ങളുടെ മൗലിക അവകാശമായിട്ടുള്ള വോട്ടവകാശത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പദയാത്രയുടെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, CPIM ജനറൽ സെക്രട്ടറി എം എ ബേബി, ഡി രാജ, അഖിലേഷ് യാദവ്, ഹേമന്ത് സോറൻ തുടങ്ങി നിരവധി നേതാക്കൾ ഈ പദയാത്രയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. രാവിലെ 11 മണിയോടുകൂടി ആരംഭിച്ച ഈ പദയാത്ര ഇപ്പോൾ പട്നയിലെ ബഡ്ഖണ്ഡൻ ചൗക്കിലാണ് സമാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ ഈ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യും. എന്തായാലും കേന്ദ്ര സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം ഇത്തരത്തിൽ ഈ SIRന്റെ മറവിൽ വോട്ടവകാശം നിഷേധിക്കുകയും അതോടൊപ്പം ഈ പൗരത്വം നടപ്പിലാക്കാനുള്ള ഒരു നീക്കം കൂടി നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പട്നയിൽ ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എത്തിയിട്ടുള്ളത്. ഈ പാർട്ടി പ്രവർത്തകർക്ക് പുറമേ ഈ വോട്ട് നിന്നും, അതായത് വോട്ടർ പട്ടികയിൽ നിന്നും പേര് വെട്ടപ്പെട്ട 65 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തുകയും ചെയ്തിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ പട്നയെ തന്നെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണുന്നത് പോലെ തന്നെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഇതൊരു ചൗക്കാണ്. ഈ ചൗക്കിന്റെ 4 ഭാഗങ്ങളിൽ നിന്നും ഒരേപോലെ പ്രവർത്തകർ ഇരച്ച് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. CPIM ഉണ്ട്, CPI ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, RJD ഉണ്ട്, അങ്ങനെ നിരവധി ഈ പാർട്ടികൾ ഒരുമിച്ച് എത്തിയിട്ടുള്ള ഒരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ പട്ന സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ വോട്ട് കൊള്ളക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം മുന്നോട്ട് വെക്കുന്ന തീരുമാനം. കാര്യം ഈ ബീഹാറിന് SIRന് പുറമേ ബംഗാളിലേക്കും മറ്റു നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്കും ഈ SIRുമായി ബന്ധപ്പെട്ട നടപടികൾ വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഈ പട്നയിലെ ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രതിഷേധങ്ങൾക്ക് ശേഷം രാജ്യവ്യാപക പ്രതിഷേധത്തിന് കൂടി ഇന്ത്യ സഖ്യം നീക്കം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കാൻ കഴിയുന്നത്. എന്തായാലും ജനസാഗരം തന്നെ റഷീദ്, വോട്ടർ അധികാർ യാത്രയിലെ ബീഹാറിലെ യാത്രയുടെ വിജയം ഒരുപക്ഷെ എന്ത് സന്ദേശമാണ് ഉയർത്തിയത്, എന്ത് പ്രതിഷേധമാണ് ഉയർത്തിയത്, അത് അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് സുപ്രീം കോടതി ഈ വോട്ടർ അധികാർ യാത്ര ആരംഭിക്കുന്ന വേളയിൽ തന്നെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. ആധാറിനെ ആധികാരിക രേഖയായി പരിഗണിക്കണമെന്ന് പറഞ്ഞു. പരമാവധി ആളുകൾക്ക് വോട്ട് ചെയ്യാനാണ് ഇലക്ഷൻ കമ്മീഷൻ ശ്രമിക്കേണ്ടത്, ആളുകളെ ഒഴിവാക്കുകയല്ല എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തു. അതുകൊണ്ടൊക്കെ തന്നെ ഒരുപക്ഷെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ മുന്നണി എന്ന അർത്ഥത്തിൽ എടുത്ത ഈ നീക്കം ഒരു രാഷ്ട്രീയ വിജയം കൂടിയായി തന്നെ കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ റഷീദ് പറഞ്ഞതുപോലെ ഇനി രാജ്യമെമ്പാടും ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഈ അധികാർ യാത്ര കരുത്ത് പകരുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന്.
സിജു, തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് ഈ പ്രതിഷേധത്തെ അക്ഷരാർത്ഥത്തിൽ വിലയിരുത്താൻ സാധിക്കുന്നതാണ്. കാരണം ഇന്ത്യ സഖ്യവും അതോടൊപ്പം പ്രതിപക്ഷ നേതാക്കളും കേന്ദ്ര സർക്കാരിന്റെ വോട്ട് കൊള്ളക്കെതിരെ നടത്തുന്ന ഈ പ്രതിഷേധം, അതായത് ഈ പ്രതിഷേധത്തിന്റെ ആശയം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഈ ബീഹാറിലെ പട്നയിലെ ജനങ്ങൾക്ക് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ കടൽ പോലെ ഇരമ്പി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. 15 ദിവസങ്ങളിൽ 1300ഓളം കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ പദയാത്രയും അതോടൊപ്പം ഈ വോട്ടർ അധികാർ യാത്രയും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മേഖലകളിൽ, അതായത് 110 മണ്ഡലങ്ങളിലാണ്, നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് ഈ യാത്ര കടന്നുപോയത്. ഈ മണ്ഡലങ്ങളിലൂടെ നടന്നിട്ടുള്ള യാത്രകളിലൊക്കെ തന്നെയും അവിടുത്തെ വോട്ടർമാർക്ക് കൃത്യമായും ഇതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധം നടന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ മേഖലയിലേക്ക് ഇരമ്പി വന്നിട്ടുള്ളത്. എന്തായാലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ പ്രതിഷേധം വൻ വിജയം എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നതാണ്. കാരണം ഈ ഒരു മേഖലയിൽ നിരവധിയായിട്ടുള്ള ആളുകൾ ഒത്തുചേർന്നിരിക്കുന്നു. തങ്ങളുടെ വോട്ടവകാശം തങ്ങൾക്ക് തിരിച്ച് ലഭിക്കണം എന്ന ഒരു മുദ്രാവാക്യമാണ് ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്തിട്ടുള്ള നിരവധി ആളുകൾക്കാണ് ഇത്തവണത്തെ വോട്ടർ പട്ടികയിൽ നിന്നും പേര് വെട്ടിയിട്ടുള്ളത്. ഇവർക്ക് ഈ കൃത്യമായിട്ടുള്ള വോട്ടവകാശം ഇതാണ് ഭരണഘടന വോട്ടർ അധികാർ യാത്രയുടെ സമാപനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. ഒരുപക്ഷെ പട്നയെ വലിയ തരത്തിലുള്ള ജനസാഗരമാക്കി മാറ്റിയിരിക്കുകയാണ് വോട്ടർ അധികാർ യാത്രയുടെ സമാപനം. CPM ജനറൽ സെക്രട്ടറി MA ബേബി, രാഹുൽ ഗാന്ധി അടക്കമുള്ളവരാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത്, സമാപന സമ്മേളനത്തിലും പങ്കെടുക്കുന്നത്. വിവരങ്ങളാണ് റഷീദ് പട്നയിൽ നിന്ന് പങ്കുവച്ചത്.